ബഡ്ജറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചൊരു ബുക്ക് ഇപ്പോഴും ഒട്ടും സമയം വൈകിയിട്ടില്ല. ഹായ് ഹലോ വെൽക്കം യു ഓൾ ടു NCERT. ഐ ആം കാവ്യ. HSA സോഷ്യൽ സയൻസ് പരീക്ഷ നോട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു അല്ലെ? എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻ? HSAയുടെ ഭാഗത്തേക്ക് നമ്മൾ ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 100 മാർക്കിനാണ് അല്ലെ? എല്ലാ പരീക്ഷകളിലെയും പോലെ തന്നെ HSA സോഷ്യൽ സയൻസിനും 100 മാർക്കിന് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അവിടെ ഇക്കണോമിക്സിന്റെ ഒരു 2 മൊഡ്യൂൾ കിടക്കുന്നുണ്ട് അല്ലെ? പല കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളവും ഇക്കണോമിക്സ് എന്ന് പറയുന്നത് കുറച്ച് ടഫ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. എക്സ്പെഷ്യലി തിയററ്റിക്കൽ കോൺസെപ്റ്റുകളും അവിടെ വരുന്നുണ്ട്. എന്നാൽ ഇനി ഇക്കണോമിക്സ് ഭാഗത്തിൽ നിന്നും മാർക്ക് ഒന്നും നഷ്ടപ്പെടാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇക്കണോമിക്സ് ഭാഗത്തിൽ നിന്നും ഇനി മാർക്ക് നഷ്ടമാവില്ല. അപ്പൊ നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 3 ഭാഗങ്ങളായിട്ടാണ് ബേസിക്കലി നമ്മുടെ ആ ഒരു സിലബസ് ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പാർട്ട് 1 എന്ന് പറയുന്നത് റിനൈസൻസ്, ഫ്രീഡം മൂവ്മെന്റ്, ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ് മുതലായിട്ടുള്ള ഭാഗമാണ്. പാർട്ട് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ പെഡഗോഗി, അതായത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്, അതുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. ആദ്യത്തെ ഭാഗത്തിൽ നിന്നും 15 മാർക്കിനും രണ്ടാമത്തെ ഭാഗത്തിൽ നിന്നും 5 മാർക്ക്, വിച്ച് മീൻസ് ടോട്ടൽ ഓഫ് 20 മാർക്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. പാർട്ട് 3 എന്ന് പറയുന്നത് 80 മാർക്കിനാണ്. അതിന്റെ അകത്ത് നിങ്ങൾക്ക് ഹിസ്റ്ററി ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, അതുപോലെ പൊളിറ്റിക്സ് ഉണ്ട്, ജിയോഗ്രഫി വരുന്നുണ്ട് അല്ലെ? അപ്പൊ ചില കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി വളരെ ഈസി ആയിരിക്കും. ഇപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആക്ച്വലി ഉള്ളത് വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, പിന്നെ ഇന്ത്യൻ ആൻഡ് കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇക്കണോമിക്സിന്റെ ഭാഗത്തിലേക്ക്, ഇക്കണോമിക്സ് അവിടെ നിൽക്കട്ടെ അല്ലെ? ഓക്കെ, നിൽക്കട്ടെ. പൊളിറ്റിക്സിന്റെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് തിങ്കേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗം വരുന്നുണ്ട്. ജിയോഗ്രഫിയുടെ ഏരിയയിലേക്ക് നിങ്ങൾ കടക്കുകയാണെങ്കിൽ അവിടെ ഫിസിക്കൽ ജിയോഗ്രഫി ഉണ്ട്, ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജിയോഗ്രഫി, ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? അപ്പൊ എക്കണോമിക്സിന്റെ ഭാഗം എങ്ങനെയാണ് ടഫ് ആകുന്നത് എന്ന് ചോദിച്ചാൽ എക്കണോമിക്സും ഇവയെ പോലെ തന്നെയാണ്. എക്കണോമിക്സിൽ പക്ഷേ കുറച്ച് തിയററ്റിക്കൽ കോൺസെപ്റ്റുകൾ, അതായത് എക്കണോമിക്സ് എന്താണെന്ന് പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടഫ് ആക്കുന്ന തിയററ്റിക്കൽ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അവയുള്ളത് കൊണ്ട് തന്നെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ടഫ് ആണെന്ന് പൊതുവെ പറയുന്നത്. പക്ഷേ നിങ്ങൾ വളരെയധികം ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയി തന്നെ നിങ്ങൾക്ക് എക്കണോമിക്സും ക്രാക്ക് ചെയ്യാനായി സാധിക്കും. ഇക്കണോമിക്സിന്റെ ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് 2 മൊഡ്യൂളാണ് ഉള്ളത്. അതിൽ ഒന്ന് വരുന്നത് പക്കാ എക്കണോമിക് തിയറിയാണ് വരുന്നത്. പക്കാ എക്കണോമിക് തിയറിയാണ് അവിടെ നിങ്ങൾക്ക് വരുന്നത്. ഇവിടെയാണെങ്കിൽ എക്കണോമിക്സിന്റെ പോർഷനിൽ എക്കണോമിക് തിയറിയും ഉണ്ട്, അതേപോലെ തന്നെ ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുന്ന ഒരു ഭാഗവുമാണുള്ളത്. ഇവിടെ കൂടുതലായിട്ടും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് സെൻസസ് റിപ്പോർട്ട്, പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, അങ്ങനെ ബഡ്ജറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഈ ഒരു ഇന്ത്യൻ എക്കോണമിയുടെ ഭാഗത്ത് വരുന്നത്. അതും ഒരിക്കലും ടഫ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് പോലെ എപ്പോഴും മാറുന്നല്ല. ഇപ്പൊ സെൻസസ് റിപ്പോർട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെൻസസ് റിപ്പോർട്ട് ഇത് അങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലെ? ഇപ്പൊ ഹിസ്റ്ററിയിലാണെങ്കിൽ നമുക്ക് 2 ഭാഗങ്ങളാണ് അവിടെ ഹിസ്റ്ററിയിൽ വരുന്നത്. ഇക്കണോമിക്സ് ആണെങ്കിൽ 2 ഭാഗം, പൊളിറ്റിക്സ് ആണെങ്കിൽ 2 ഭാഗം, ജിയോഗ്രഫി ആണെങ്കിൽ 2 ഭാഗം, ഇങ്ങനെ 2 ആയിട്ടാണ് വരുന്നത്. അതായത് ഹിസ്റ്ററിയുടെ ഏരിയയിൽ 2 ഏരിയാസ് ആണ് വരുന്നത്. വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യ കേരള ഹിസ്റ്ററി ഉണ്ട്. ഇക്കണോമിക്സ് ആണെങ്കിൽ ഇക്കണോമിക്സ് തിയറി റിലേറ്റഡ് ആയിട്ടുണ്ട്, ഇന്ത്യൻ എക്കണോമിക്സ് ഉണ്ട്. പിന്നെ പൊളിറ്റിക്സ് ആണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പക്കാ തിയറി ബേസ്ഡ് ഉണ്ട്, അതേപോലെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചുണ്ട്. ജിയോഗ്രഫി ആണെങ്കിൽ ഫിസിക്കൽ ജിയോഗ്രഫി, ഹ്യൂമൻ ആൻഡ് ജിയോഗ്രഫിക്കൽ റീജിയണൽ ജിയോഗ്രഫി ആണ് ഉള്ളത്. ഇതിനെ നമ്മൾ ഓരോന്നിനെയും 10 മാർക്ക് വെച്ച് ഇവിടെ 20 മാർക്ക് ഹിസ്റ്ററി, 20 മാർക്ക് എക്കണോമിക്സ്, 20 മാർക്ക് പൊളിറ്റിക്സ്, 20 മാർക്ക് ജിയോഗ്രഫി, അങ്ങനെ വിച്ച് മേക്സ് എ ടോട്ടൽ ഓഫ് 80 മാർക്സ് അല്ലെ? ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എക്കണോമിക്സിന് 2 മൊഡ്യൂളുകൾ ഉണ്ട് അല്ലെ? അപ്പം മൊഡ്യൂൾ 3യിൽ നിന്നും 10 മാർക്കിന്,
അതേപോലെ മൊഡ്യൂൾ 4-ൽ നിന്നും 10 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ കൺസെപ്ച്വൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് ഇഷ്യൂസ് ആൻഡ് കൺസെപ്റ്റ്സ് ഇൻ എക്കണോമിക്സ്, തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് ആണ്. ആര് കൊണ്ടുവന്നു, എപ്പോൾ കൊണ്ടുവന്നു, എന്താണ് ആ തിയറി, അത്രയും മാത്രം പഠിച്ചാൽ മതി. പിന്നെ കാർഡിനൽ കൗണ്ടിങ് ആണ് അല്ലെ. ഓർഡിനൽ ഓർത്തു വെക്കാനുള്ള വഴി ഓർഡർ അല്ലെ, നമ്മളൊരു റാങ്ക് അല്ലെങ്കിൽ പ്രിഫറൻസിന്റെ ബേസിസിൽ. ഇലാസ്റ്റിസിറ്റികൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതെല്ലാം പക്കാ തിയറികളാണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ് കോൺസെപ്റ്റ് എന്ന് മാത്രം നിങ്ങൾ അവിടെ പഠിച്ചാൽ മതി. അതുപോലെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നാഷണൽ ഇൻകം കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ എൻട്രി ആപ്പിലൂടെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രിക്കുകളിലൂടെയാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഒന്നും ബൈഹാർട്ട് പഠിക്കാതെ, ഇപ്പൊ നാഷണൽ ഇൻകം ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഫോർമുല വരുന്ന ഒന്നാണ് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സ്റ്റിൽ വി ഡു മേക്ക് എറേഴ്സ് അല്ലെ. നാഷണൽ ഇൻകത്തെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? NNP FC ആണ് അല്ലെ. അപ്പൊ എപ്പോഴും നമുക്ക് റാപ്പിഡായി ഇറേഴ്സ് വരുന്ന ഒരു ഭാഗമാണ് ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്ന കോമ്പോണൻസ്. അപ്പൊ അതിൽ ട്രിക്കുകളൊക്കെ വെച്ചിട്ട് അതിന്റെ ഫോർമുല ഓർത്ത് പഠിക്കുക. അതേപോലെ നിങ്ങളോട് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്, അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ആരാ കൊണ്ടുവന്നേ, എന്താണ് ആ കോൺസെപ്റ്റ്, കമ്പാരറ്റീവ് ആരാ കൊണ്ടുവന്നേ, എന്താണ് ആ കോൺസെപ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തൊരു കമ്പാരറ്റീവ് ഫ്രെയിംവർക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കാലാകാലങ്ങളായി ചോദിക്കുന്ന ഒന്നാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെയും സെൻട്രൽ ബാങ്കിന്റെയും ഫങ്ഷൻസും റോൾസും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ബാങ്കേഴ്സ് ബാങ്ക് ആരാണ് ചോദിക്കുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെ മുതലായിട്ടുള്ള ചോദ്യങ്ങളും ഇവിടെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കാണുന്ന സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ, സ്റ്റാറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊന്ന് കമ്പ്യൂട്ടേഷണൽ ഏരിയാസ് ഒന്ന് ഫോർമുല എഴുതി വെച്ച് തന്നെ പഠിക്കുക. എനിക്കറിയാം ഞാൻ ചെയ്ത് നോക്കുന്നില്ല എന്നല്ല, ഏത് പ്രോബ്ലം കിട്ടിയാലും മാക്സിമം ടൈം അതൊന്ന് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് 10 മാർക്കിനാണ് വരുന്നത്. കൂടുതലായിട്ടും ഒരു കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. കറണ്ട് അഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി അതിന്റെ അകത്ത് നമ്മൾ സെൻസസ് ഡാറ്റ, അതായത് റിപ്പോർട്ടുകളെ, എക്കണോമിക് സർവേ, അതേപോലെയുള്ള PLFS ഡാറ്റ, പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ്, സെൻസസ് റിപ്പോർട്ട്സ്, അതുപോലെയുള്ള കണ്ടീഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾ നോക്കേണ്ടത് ഓരോ 5 ഇയർ പ്ലാനും ഏത് മോഡലിനെ ബേസ് ചെയ്താണ്. ഇപ്പൊ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണെങ്കിൽ ഹാരോഡോമർ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതേപോലെ ഓരോ 5 ഇയർ പ്ലാൻസും എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം. അതേപോലെ തന്നെ നമുക്ക് ഈ PQLI HDI ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ ഓരോ എസ്റ്റിമേറ്റുകൾ വരും. ഇപ്പം നമുക്ക് വേൾഡ് ബാങ്കിന്റെ എസ്റ്റിമേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വേൾഡ് ബാങ്കിന്റെ നമ്മുടെ ഗ്രോത്ത് എത്രയാന്നുള്ള എസ്റ്റിമേറ്റ് ഉണ്ട്, UN-ഓടെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും എത്രയാണ് ഗ്രോത്ത് വരാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞ് എസ്റ്റിമേറ്റുകൾ കാണാം. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതിനെ ഡ്വെൽ ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ നമുക്ക് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഏത് ഏരിയയിലാണ് ചോദിക്കാം. അൺഎംപ്ലോയ്മെന്റിന്റെ ടൈപ്പ്, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഫ്രം അഗ്രികൾച്ചർ മേഖല, ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ കാർഷിക മേഖലയിൽ നിന്നും കിട്ടുന്ന വരവ് അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 0ആണ്. ഇവ ഏത് അൺഎംപ്ലോയ്മെന്റ് ആണ്? തൊഴിലില്ലായ്മയാണ്. ഏതാണ്? ഡിസ്ഗൈസ്ഡ് തൊഴിലില്ലായ്മയാണ് അല്ലെ. അപ്പൊ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ ആണ്. അപ്പൊ ഇങ്ങനെയാണ്. പിന്നെ പോവർട്ടിന്റെ കാലോറി ഇൻടേക്ക്, എസ്റ്റിമേറ്റുകള്, അതിനെ റിലേറ്റ് ചെയ്തും ചോദിക്കാം. അപ്പൊ ഇങ്ങനെ 2 മൊഡ്യൂളുകളാണ് നമുക്കുള്ളത്, മൊഡ്യൂൾ 3ഉം മൊഡ്യൂൾ 4ഉം. മൊഡ്യൂൾ 4ആണ് പൊതുവെ കുട്ടികൾക്ക് ടഫായി കാണുന്നത്. പക്ഷെ ടഫ് ഒന്നുമല്ല, എഴുതി വെച്ച്, കാരണം അവിടെ ഒരുപാട് ഡാറ്റ വരുന്നുണ്ട്.
സ്വാഭാവികമായി ഞങ്ങളോട് ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് ചോദിക്കുന്ന ഒന്നാണ്, ഡാറ്റ പഠിക്കണോ? ഡാറ്റ പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നെ കൊണ്ട് ഡാറ്റ പഠിക്കാൻ സാധിക്കില്ല. ഡാറ്റ പഠിക്കുന്ന കുട്ടികൾ അപ്പുറത്തുണ്ട്. അപ്പോൾ നിങ്ങൾ യു ആർ കോമ്പറ്റേറ്റിംഗ് ടു ദാറ്റ് പെർട്ടിക്കുലർ സെഷൻ. സോ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാനും ഡാറ്റ പഠിക്കാനും എല്ലാത്തിനും നിങ്ങൾ അവെയർ ആയിരിക്കണം. അപ്പൊ ഇത് ക്രാക്ക് ചെയ്യാനുള്ള ജനറൽ എന്താണ്? ഗോ വിത്ത് കറണ്ട് അഫയേഴ്സ്. അതായത് സെൻസസ് റിപ്പോർട്ട് നിർബന്ധമായും നിങ്ങൾ റെഫർ ചെയ്യണം. അതേപോലെ എക്കണോമിക് സർവേ, അതേപോലെ എക്കണോമിക് റിവ്യൂ, പിന്നെ നിങ്ങൾ നോക്കേണ്ടത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, ഇങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങൾ. ബഡ്ജറ്റ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ബഡ്ജറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചൊരു ബുക്ക്, ഇപ്പോഴും ഒട്ടും സമയം വൈകിട്ടില്ല, ബുക്ക് സ്പെഷ്യലായി വെച്ച് തന്നെ അതിലെ ഡാറ്റ എടുത്ത് വായിച്ചു പഠിക്കുക. അണ്ടർസ്റ്റാൻഡ് ദ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഒരു മൊഡ്യൂൾ വിടുകയാണ്, മൊഡ്യൂൾ 4 എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ മൊഡ്യൂൾ 4 വിടുകയാണ്, 10 മാർക്കാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് 10 റാങ്ക് മുന്നോട്ടും 10 റാങ്ക് പിന്നോട്ടേക്കും നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 മാർക്ക് പോലും ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ കോൺസെപ്റ്റ്. ഇനി ബേസിക്കലി നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള തിയറികൾ പഠിക്കാനുള്ള ട്രിക്ക്, കീവേഡുകൾ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഓർഡിനൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് ഓടി വരണം റാങ്ക്. കാർഡിനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരണം കൗണ്ടിങ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കീവേഡുകളും എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചെടുക്കുക. നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും ബൈഹാർട്ട് പഠിക്കരുത്, ട്രിക്ക് വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക. അടുത്തത് ബേസിക് ആയിട്ടുള്ള, നിങ്ങൾ വളരെ വലിയ രീതിയിൽ കാട് കയറി ഒന്നും പഠിക്കണ്ട ഫ്രണ്ട്സ്. നിങ്ങൾ ഈ ഒരു മൊഡ്യൂൾ 3 വെറും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് മാത്രം പഠിച്ചാൽ മതി. അത് മാത്രം മതി. കാരണം ഹിസ്റ്ററി പഠിച്ചവരുണ്ട്, പൊളിറ്റിക്സ് പഠിച്ചവരുണ്ട്, ജിയോഗ്രഫി പഠിച്ചവരുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് PSC ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഒരിക്കലും അത്രയും ഹൈ ആയിട്ട് ഒരു PG ലെവലൊക്കെ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മളുടെ റിസർച്ച് മേഖല വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസോ ഒന്നും അവിടെ കൂടുതലായിട്ട് വരാൻ സാധ്യതയില്ല. ഐ മീൻ എക്കണോമിക്സിലെ റിസർച്ച് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള അവിടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഇത് പൊളിറ്റിക്സ് പഠിച്ചവരും ജിയോഗ്രഫി പഠിച്ചവരും അതേപോലെ തന്നെ ബാക്കി സബ്ജക്ട്സ് ഹിസ്റ്ററി പഠിച്ചവരും എഴുതുന്ന ഒരു പരീക്ഷയാണ്. സോ വളരെ ടഫ് ആയിട്ടുള്ള രീതിയിലൊന്നും പ്രതീക്ഷിക്കേണ്ട. ബേസിക് കൺസെപ്റ്റ്സ് എപ്പോഴും എന്ത് ചെയ്യുക? ക്ലിയർ ആക്കി പോവുക. എക്കണോമിക്സ് ക്രാക്ക് ചെയ്യുക. അതായത് HSA സോഷ്യൽ സയൻസിൽ എക്കണോമിക്സ് മേഖലയിൽ നിന്നും 20 മാർക്ക് നേടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹെക്ടിക് ആയ കാര്യമല്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം, കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൽ നിങ്ങൾ റൂട്ടഡ് ആണെങ്കിൽ, സെൻസസ് റിപ്പോർട്ട്, PLFS, എക്കണോമിക് സർവേ, എക്കണോമിക് റിവ്യൂ, ബഡ്ജറ്റ്, ഇത്രയും നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സിലെ 20 മാർക്ക് നിങ്ങളുടെ കൈ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പൊ അത് എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു ആൾ. സ്റ്റേ ബ്ലെസ്ഡ്.